ഹായ് ഓൾ വെൽക്കം ബാക്ക്. അപ്പോൾ പെരുന്നാളൊക്കെ ആവാറായല്ലേ. അപ്പോൾ പെരുന്നാളിന് എന്തായാലും നമ്മൾ എന്തെങ്കിലും ഒരു ബിരിയാണി ഉണ്ടാക്കും. അപ്പോൾ നമുക്ക് ഭയങ്കര ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കുക്കർ ചിക്കൻ ബിരിയാണിയാണ് ഇന്ന് കാണിക്കുന്നത്. നമ്മുടെ തലശ്ശേരി സ്റ്റൈൽ ബിരിയാണിയാണ്. അപ്പോൾ കുക്കറിൽ ഉണ്ടാക്കുകയാണെങ്കിൽ ശരിക്കും എനിക്ക് തോന്നുന്നു ഒരു അരമണിക്കൂറൊക്കെ കൊണ്ട് തന്നെ നമ്മുടെ പരിപാടി കഴിയും കേട്ടോ. ഭയങ്കര സിമ്പിളാണ്. എന്നാലും നമ്മൾ ചെമ്പിലൊക്കെ വെച്ചെടുക്കുന്ന അതേ പെർഫെക്ഷനിൽ നമുക്ക് ബിരിയാണി ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാമല്ലോ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ കുക്കർ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 1 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അതായത് മൊത്തത്തിൽ ക്ലീൻ ചെയ്തതിന് ശേഷമുള്ള വെയിറ്റാണ് കേട്ടോ 1 കിലോ എന്ന് പറയുന്നത്. അപ്പോൾ നല്ലപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നന്നായിട്ട് വെള്ളമൊക്കെ ഊറ്റിയെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ചെറിയൊരു മസാല കാര്യങ്ങളൊക്കെ ഇതിൽ റെഡിയാക്കി കൊടുക്കണം. അതുപോലെ തന്നെ ബിരിയാണി പീസായിട്ടാണ് കേട്ടോ കട്ട് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഓവർ ചെറുതല്ലല്ലോ ഉണ്ടാവുക. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതിലേക്ക് 1/2 കപ്പ് അളവിൽ തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ പുളിപ്പുള്ള തൈര് തന്നെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി നമുക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി രണ്ടും കൂടി ഒന്നിച്ച് ചതച്ചതാണ് 1 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല പൊടിയും പിന്നെ പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്ക് വേണ്ടത് ഏകദേശം ഒരു 3 ടേബിൾ സ്പൂണൊക്കെ മല്ലിയിലയും അതിൻ്റെ നേരെ പകുതിയായിട്ട് പുതിനയില, അതായത് 1.5 ടേബിൾ സ്പൂൺ അങ്ങനെ ഉണ്ട്, രണ്ടും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പുതിനയില ഒരുപാട് കൂടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ. എന്നിട്ട് എല്ലാം കൂടി ചേർത്തിട്ട് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ച് കൊടുക്കുക കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക. അപ്പോൾ ഈ ഒരു തൈരൊക്കെ ചേർത്തത് കൊണ്ട് തന്നെ നമ്മുടെ ചിക്കൻ നല്ല സോഫ്റ്റ് ആവും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ട് മസാല റെഡിയാക്കി കൊടുക്കുന്നത്. അതുപോലെ തന്നെ പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇത് കുക്കർ ചിക്കൻ ബിരിയാണി ആയതുകൊണ്ട് തന്നെ അതന്നെ നമ്മുടെ തലശ്ശേരി സ്റ്റൈലിൽ ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ ഇതിൽ മഞ്ഞൾ കൂടുതൽ ഇടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കട്ടെ. അല്ലെങ്കിൽ ഇറച്ചിച്ചോറ് പോലെ മൊത്തത്തിൽ യെല്ലോ കളറായി പോകും. അതുകൊണ്ട് അതൊന്ന് പ്രത്യേകം നോട്ട് ചെയ്യണേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതുപോലെ നന്നായിട്ട് അങ്ങ് കുഴച്ചെടുത്തതിന് ശേഷം സമയം ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒരു അരമണിക്കൂറൊക്കെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ നല്ലതാണ് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ബാക്കിയുള്ള ഐറ്റംസ് എന്തെല്ലാം നോക്കാം. അപ്പോൾ ഇതേ ഒരു ബൗളിലേക്ക് ഞാൻ 4 വലിയ സവാള ഇതുപോലെ നേരതായിട്ട് നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും ബിരിയാണിക്ക് നമ്മൾ നേരതായിട്ട് തന്നെ കട്ട് ചെയ്യാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണേ. പിന്നെ നമുക്ക് വേണ്ടത് ഇഞ്ചിയും വെളുത്തുള്ളി പച്ചമുളക് എല്ലാം കൂടി ചതച്ചിട്ടാണ് വെച്ചിട്ടുള്ളത്. ഏകദേശം ഒരു 7 പച്ചമുളക് ചതച്ചതും പിന്നെ 2 ബൾബ് വെളുത്തുള്ളിയും അതുപോലെ തന്നെ അതിന് നേരെ പകുതി ഇഞ്ചിയാണ് എടുത്തിട്ട് ഒന്നിച്ച് ചതച്ചിട്ട് വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചതച്ചതിന് ശേഷമാണ് ഞാൻ നേരത്തെ ചിക്കനിലേക്ക് 1 ടീസ്പൂൺ എടുത്തിട്ട് മാരിനേറ്റ് ചെയ്യുമ്പോൾ ഉപയോഗിച്ചില്ലേ, അത് ഇതിൽ നിന്ന് തന്നെയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് വേണ്ടത് 2 തക്കാളിയും നല്ല പഴുത്ത തക്കാളി നോക്കിയിട്ട് എടുക്കുക. ഇതുപോലെ ചെറുതായിട്ട് കട്ടാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ബിരിയാണി ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ ഇതാ ഞാനൊരു കുക്കർ വെച്ചിട്ടുണ്ട്. എൻ്റെതിപ്പോൾ 5 ലിറ്ററിൻ്റെ കുക്കറിലാണ് ഈ ഒരു ബിരിയാണി വെച്ച് കാണിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ കുക്കർ ചൂടായതിന് ശേഷം ഒരു 2 ടേബിൾ സ്പൂൺ ഓയിലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ഓയിലോ വെളിച്ചെണ്ണ എന്താണോ ഇഷ്ടമുള്ളത് ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിൽ എടുത്തിട്ടുള്ളത്. അതിലേക്കൊരു 2 വലിയ സ്പൂണിൽ നെയ്യില്ല, നമ്മുടെ RKGയോ മിൽമ നെയ്യോ അങ്ങനത്തെ ഏതെങ്കിലും ഒന്ന് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ മെയിനായിട്ട് ഈ ഒരു കുക്കറിൽ ബിരിയാണി വെക്കുന്നതിൻ്റെ ഗുണം എന്ന് പറയുന്നത് എണ്ണ കുറവേ വേണ്ടും കേട്ടോ. സാധാരണ നമ്മൾ മസാലയ്ക്ക് എണ്ണ എടുക്കും, അതുപോലെ തന്നെ റൈസ് ഉണ്ടാക്കാൻ വേറെ എണ്ണ, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. എല്ലാം കൂടി ഒരല്പം എണ്ണയേ വേണ്ടുള്ളൂ. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ കട്ടാക്കി വെച്ച സവാളയില്ലേ, അത് 4 എണ്ണയല്ലേ വെച്ചത്, അതിൽ നിന്ന് നേരെ പകുതി, അതായത് 2 സവാളകൾ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതെല്ലാവർക്കും അറിയുന്ന തന്നെയല്ലേ, ബിരിയാണിക്ക് നമ്മളൊരു ഗോൾഡൻ ബ്രൗൺ ഷെയ്ഡ് വരുന്നവരെ ഫ്രൈ ചെയ്തെടുക്കുമല്ലോ, അങ്ങനെ ചെയ്തെടുക്കുക. അപ്പോൾ ഇത് പിന്നെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല കേട്ടോ, എല്ലാവർക്കും അറിയുന്നതുകൊണ്ട് ഞാൻ ഈ ഒരു സവാളയും അതുപോലെ തന്നെ കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒക്കെ ഒന്ന് ഫ്രൈ ചെയ്ത് വെക്കട്ടെ. അങ്ങനെ ഇതാ നമ്മുടെ സവാള അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ മൊത്തത്തിൽ ഞാൻ ഫ്രൈ ആക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ മൊത്തത്തിൽ അങ്ങ് ക്രിസ്പിയായി വന്നോളും. അപ്പോൾ ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനിയിപ്പോൾ നമ്മുടെ ഈ ഒരു കുക്കറിൽ സെയിം എണ്ണയിലേക്ക് തന്നെ നമ്മൾ നേരത്തെ ബാക്കി വെച്ചിട്ടുള്ള 2 സവാളകളും ഉണ്ടല്ലോ, അത് മൊത്തത്തിൽ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം ഒരല്പം ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ആക്കി കൊടുക്കുക. നല്ലപോലെ സോഫ്റ്റായി കിട്ടുന്നിടത്ത് തന്നെ വഴറ്റിയെടുക്കണേ. അങ്ങനെ ഇതുപോലെ നന്നായിട്ട് അങ്ങ് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്കിത് നേരത്തെ നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ഐറ്റംസ് ഇല്ലേ, പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളി, അത് മൊത്തത്തിലായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ പച്ചമുളക് എരിവ് മാക്സിമം എടുക്കാൻ നോക്കട്ടെ, കാരണം വേറെ ഒരു പൊടികളും നമ്മൾ എരിവിന് ഇതിൽ ചേർക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഒരു 8 പച്ചമുളകോളം നല്ല വലുപ്പമുള്ള സൈസ് തന്നെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ മൊത്തത്തിൽ ഇട്ടതിന് ശേഷം നല്ലപോലെ മിക്സാക്കി കൊടുക്കുക. ഫ്ലെയിം കുറച്ചിട്ട് അതിൻ്റെ ആ ഒരു പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറി കിട്ടുന്നവരെ വഴറ്റിയെടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള 2 തക്കാളിയില്ലേ, അത് മൊത്തത്തിലായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്.
അതിനുശേഷം നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് ചിക്കനില്ലേ അതും കൂടി ഈ ഒരു ടൈമിൽ തന്നെ ഇട്ട് കൊടുക്കുക കേട്ടോ. തക്കാളി ഭയങ്കരമായിട്ട് വാടി വരുന്നവരെ വെയിറ്റ് ചെയ്യൊന്നും വേണ്ട. ഒക്കെ കൂടി നല്ലപോലെ ഒന്നങ്ങ് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ ചിക്കൻ ഇതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു 2-3 മിനിറ്റ് കണ്ടിന്യൂസ് ആയിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് മിക്സ് ആക്കുക കേട്ടോ. ചിക്കൻ്റെ ആ ഒരു പിങ്ക് കളറൊക്കെ ഒന്ന് മാറിയിട്ട് ഒരു വൈറ്റ് ഷെയ്ഡായിട്ട് വരും അതുവരെ. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ വൈറ്റ് കളർ ആയതിന് ശേഷം ജസ്റ്റ് ഒന്ന് അടച്ച് വെച്ച് കൊടുക്കട്ടെ. എന്തെങ്കിലും ഒരു അടപ്പ് വെച്ചിട്ട് ഞാനിപ്പോൾ കുക്കറിൻ്റെ മൂടി തന്നെ വെക്കുന്നത്. പക്ഷേ പ്രത്യേകം ശ്രദ്ധിക്കുക, ടൈറ്റായിട്ട് അങ്ങനെ അടയ്ക്കരുത് കേട്ടോ. ജസ്റ്റ് ഒന്നിങ്ങനെ പതുക്കെ വെച്ച് കൊടുക്കല്ലോ നമ്മൾ കുക്കറിൻ്റെ മൂടി, അങ്ങനെ മാത്രം വെച്ചിട്ടുണ്ട്. എന്നിട്ട് ചെറുതായിട്ടൊന്ന് ചിക്കൻ ഒന്ന് വെന്ത് വരുന്നവരെ വെയിറ്റ് ചെയ്യട്ടെ. ഏകദേശം ഒരു 5 മിനിറ്റൊക്കെ, അതായത് ഒരു ഹാഫ് വേവ് ആകുന്നവരെ. ഓവറായിട്ട് വെന്തുടക്കരുത്, ചിക്കൻ പ്രത്യേകം ശ്രദ്ധിക്കണേ. അപ്പോൾ ചിക്കൻ അവിടെ നിന്ന് കുക്കാകുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള അരി റെഡിയാക്കി വെക്കാം. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് നമ്മുടെ തലശ്ശേരി കണ്ണൂർ ബിരിയാണി വെക്കുന്ന അരി എല്ലാവർക്കും അറിയാമല്ലോ, ജീരകശാല റൈസാണ്. ഇതിന് പകരം ബസ്മതി റൈസാലും കുഴപ്പമില്ല കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബിരിയാണി അരി എടുക്കാം. നമുക്ക് പൊതുവേ ഇതിനെ കൊണ്ടാണ് കേട്ടോ ബിരിയാണി ഉണ്ടാക്കൽ. അപ്പോൾ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് 3 കപ്പ്, അതായത് 600 ഗ്രാമോളം എടുത്തിട്ടുണ്ട്. നല്ലപോലെ കഴുകി വെച്ചിട്ട് വെള്ളമൊക്കെ ഒന്ന് ഊറ്റി വെക്കാം കേട്ടോ. നമുക്ക് ചിക്കൻ അവിടെ നിന്ന് റെഡിയാകുന്ന സമയം കൊണ്ട് കുതിർത്ത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. അരി അവിടെ ഞാൻ കഴുകി ഊറ്റി വെച്ചിട്ടുണ്ട്. ആ ഒരു ടൈമിൽ ഞാനിവിടെ വേറൊരു പാത്രത്തിൽ 3 കപ്പ് വെള്ളം തിളക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അതായത് ഞാൻ 3 കപ്പ് അരി എടുത്തതുകൊണ്ട് 3 കപ്പ് വെള്ളം. അപ്പോൾ നിങ്ങൾ എത്രയാണോ അരി എടുക്കുന്നത് ആ സെയിം അളവ് തന്നെ വെള്ളം എടുത്ത് വെക്കുക. കുക്കറിൽ ബിരിയാണി വെക്കുമ്പോൾ വെള്ളത്തിൻ്റെ അളവ് അങ്ങനെയാണ് നോക്കേണ്ടത്. വെള്ളം ഇപ്പോൾ നല്ലപോലെ തിളച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ വെള്ളത്തിൽ ഒരു പൊടിക്ക് മുന്നിൽ നിൽക്കുന്ന രീതിയിൽ ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ മിക്സാക്കി കൊടുക്കുക. എന്തിനാണെന്ന് വിചാരിച്ചാൽ റൈസിലേക്ക് ഒഴിക്കാനുള്ളതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് റൈസിലേക്ക് കണക്കായിട്ടുള്ള ഉപ്പാണ് ഇതിലേക്ക് വേണ്ടത്. അപ്പോൾ എപ്പോഴും ശ്രദ്ധിച്ചാൽ മതി, വെള്ളത്തിൻ്റെ ഒരു പൊടിക്ക് മുന്നിൽ നിൽക്കുന്ന രീതിക്ക് ഇട്ടാൽ മതി കേട്ടോ. അങ്ങനെ നമ്മുടെ ചിക്കൻ കണ്ടില്ലേ, അത്യാവശ്യം വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഏതാണ്ട് ഒരു പകുതി വേവോളം ആവാറായിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. എന്നിട്ട് നമുക്കിതിലേക്ക് കുറച്ച് ഐറ്റംസും കൂടി ചേർക്കാനുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള സവാളയില്ല, അതിൽ നിന്ന് ഒരല്പം സവാളയും പിന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ അവിടെ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്ക് ലാസ്റ്റ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ബാക്കി മൊത്തത്തിലായിട്ട് ഇതിലിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2 ടേബിൾ സ്പൂണോളം തൈരും കൂടി ചേർത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഗരം മസാലപ്പൊടിയുടെ അളവിൽ വ്യത്യാസം വരും കേട്ടോ, കാരണം ഓരോരുത്തർ പൊടിക്കുന്ന പൊടിയും പല ഫ്ലേവറിലുള്ളതായിരിക്കുമല്ലോ, അതുകൊണ്ട് തന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ ലാസ്റ്റ് കുറച്ച് മല്ലിയിലയും അതിൻ്റെ നേരെ ഒരു 1/4 ഭാഗത്തോളമായിട്ട് പുതിനയിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഓൾറെഡി ഇട്ടത് കൊണ്ട് തന്നെ നോക്കിയിട്ട് ഫ്ലേവർ നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി ഒരു ചെറിയ ചെറുനാരങ്ങ നീരും കൂടി ചേർക്കുന്നുണ്ട്. നമ്മൾ ഓൾറെഡി തൈര് ചേർത്തത് കൊണ്ട് തന്നെ പുളി ചെക്ക് ചെയ്തിട്ട് മാത്രം ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഒന്ന് നന്നായിട്ട് എല്ലാം കൂടി അങ്ങ് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ ഉപ്പ് കാര്യങ്ങളൊക്കെ ഇപ്പോൾ ചെക്ക് ചെയ്ത് നോക്കണേ, കാരണം ഇനി നമുക്ക് ഇടാൻ പറ്റില്ല. അപ്പോൾ എൻ്റെതിപ്പോൾ എല്ലാം കറക്റ്റാണ് കേട്ടോ. അങ്ങനെ മിക്സാക്കിയതിന് ശേഷം ജസ്റ്റ് ഒന്ന് കുക്കർ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മുടെ ചിക്കനൊക്കെ എല്ലാ സൈഡിലേക്ക് ഒന്ന് പരത്തി വെച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ കഴുകി ഊറ്റി വെച്ചിട്ടുള്ള അരിയില്ല, അത് മൊത്തത്തിലായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ സ്പൂണ് കൊണ്ട് ഒന്നങ്ങ് അരി ലെവൽ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഒട്ടും തന്നെ മിക്സ് ആവാൻ പാടില്ല, പക്ഷെ ലെവൽ ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് കവർ ചെയ്ത് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ ഉപ്പിട്ട് വെച്ച വെള്ളമില്ല, ചൂടുവെള്ളം, അത് ഇതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ അങ്ങ് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഒട്ടും തന്നെ ഇളക്കരുത്. ഇളക്കി കഴിഞ്ഞാൽ മൊത്തത്തിൽ നമ്മുടെ ഇറച്ചിച്ചോറ് പോലെ ആയിപ്പോവും. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക, ഇളക്കാതെ ഇങ്ങനെ ആയതിന് ശേഷം നമുക്ക് കുക്കർ അടച്ച് വെച്ച് കൊടുക്കാം. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മുടെ ചിക്കൻ്റെ ഗ്രേവി അടിയിൽ എന്തായാലും ഉണ്ടാവണേ, അത് വറ്റിക്കാൻ പാടില്ല കേട്ടോ. വറ്റിച്ച് കഴിഞ്ഞാൽ മൊത്തത്തിൽ അടിയിൽ പിടിക്കും. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ആ ഗ്രേവിയോട് കൂടി തന്നെ ഇതുപോലെ റൈസ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിന് മുകളിലായിട്ട് വെള്ളം ഒഴിച്ചിട്ട് അടച്ച് വെച്ച് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ ഒരു ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു വിസിൽ മതി കേട്ടോ. മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒറ്റ വിസിൽ മതി. അതുപോലെ തന്നെ വിസിൽ വന്നതിന് ശേഷം ഉടനെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിനെ ഒട്ടും തന്നെ മൈൻഡ് ചെയ്യരുത്, നമ്മൾ മൈൻഡ് ചെയ്യാതെ വെക്കുക. ഏകദേശം ഒരു 10-20 മിനിറ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം പ്രഷറൊക്കെ മൊത്തത്തിൽ പോയതിന് ശേഷം മാത്രം അടപ്പ് തുറന്നാൽ മതിയേ, അല്ലെങ്കിൽ അരി മൊത്തത്തിൽ വേവില്ല. ഏകദേശം ഒരു 25 മിനിറ്റ് ആകുന്ന സമയത്ത് ഞാൻ ജസ്റ്റ് ഒന്ന് അടപ്പ് തുറന്ന് നോക്കുന്നുണ്ട്. ഇതെന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ വറുത്തിട്ട് ബാക്കി വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പും മുന്തിരി സവാളയൊക്കെ ഒന്ന് ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മല്ലിയിലയും കൂടി ചെറുതായിട്ട് കട്ടാക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഗരം മസാല പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കാരണം നമ്മൾ പൊതുവേ ബിരിയാണി വെക്കുമ്പോൾ ദം ചെയ്യുമ്പോൾ ഇതൊക്കെ ചേർക്കാറില്ലേ, അത് ജസ്റ്റ് അങ്ങനെ ഒന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് മുകൾ ഭാഗം മാത്രം ഈ സൈഡിൽ നിന്നൊക്കെ ഒന്ന് ഇളക്കിയിട്ട് ഈ ഒരു സവാള കാര്യങ്ങളെല്ലാം ഒന്ന് ദമ്മായി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. സൈഡൊക്കെ ഒന്ന് ഇങ്ങനെ ഇളക്കിയിട്ട് മിക്സ് ആക്കിയിട്ട് അവിടെ വെച്ച് കൊടുക്കുക. മൊത്തത്തിൽ മിക്സ് ആക്കരുത്. എന്നിട്ട് പെട്ടെന്ന് തന്നെ വീണ്ടും അടച്ച് വെച്ച് കൊടുക്കുക.
ഇങ്ങനെ ഇളക്കി ഇട്ട് കൊടുത്തതിന് ശേഷം മുകൾ ഭാഗം നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. എന്നിട്ട് വീണ്ടും ഇതാ ഞാൻ അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു 5-10 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ട് സെർവ് ചെയ്താൽ മതി കേട്ടോ. ഇപ്പം തന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും എത്രമാത്രം അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് എന്നുള്ളത്. പക്ഷേ ആ ഒരു ദമ്മിൻ്റെ ആ ഒരു മണവും ഫ്ലേവറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു സ്റ്റെപ്പ് ചെയ്യുന്നത്. താല്പര്യം ഇല്ലയെന്നുണ്ടെങ്കിൽ വേണ്ട. അങ്ങനെ ഇതാ നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഞാനിനി സെർവ് ചെയ്യാൻ പോവുകയാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എത്രമാത്രം അടിപൊളിയായിട്ടുണ്ട്. നമ്മൾ കുക്കറിൽ വെച്ചതാണെന്ന് പറയേയില്ല അല്ലേ. ചെമ്പിൽ വെച്ച ആ ഒരു കളറും ആ ഒരു ഭംഗിയും ഒക്കെ കിട്ടിയിട്ടുണ്ട്. റൈസൊന്നും പരസ്പരം ഒട്ടിപ്പിടിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് മൊത്തത്തിൽ ഒന്നിച്ച് മിക്സ് ആക്കിയിട്ട് സെർവ് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യട്ടെ. ഞാനിപ്പോൾ എന്തായാലും അങ്ങനെ ചെയ്യുന്നില്ല. കാരണം നമ്മുടെ തലശ്ശേരി കണ്ണൂർ ബിരിയാണി അറിയാമല്ലോ, മസാല വേറെ റൈസ് വേറെ ആയിട്ട് സെപ്പറേറ്റ് ആയിട്ടല്ലേ സെർവ് ചെയ്യുക. അതുകൊണ്ട് തന്നെ ഞാനിത് വേറെ പാത്രത്തിലേക്ക് ഒഴിച്ചിട്ടൊന്ന് സെർവ് ചെയ്യട്ടെ. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ. അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇതാ ചെയ്ത് നോക്കാം. അപ്പോൾ ചിക്കനൊക്കെ കണ്ടില്ല, ഒട്ടും തന്നെ അങ്ങനെ കുഴഞ്ഞു പോകുമോ ഒന്നും ചെയ്തിട്ടില്ല, അടിയിൽ പിടിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതേ സ്റ്റെപ്പൊക്കെ ഫോളോ ചെയ്തിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ ഇത് സെർവ് ചെയ്തിട്ടുണ്ട്. കാണാൻ നല്ല അടിപൊളിയല്ലേ, നമ്മൾ ചെമ്പിൽ വെച്ച ബിരിയാണി പോലെ തന്നെ ഉണ്ട്. ടേസ്റ്റിലും വ്യത്യാസമൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ എന്തായാലും ഒരു തവണയെങ്കിലും ഇപ്രാവശ്യത്തെ പെരുന്നാളിന് ബാച്ചിലേഴ്സിന് പോലും ട്രൈ ചെയ്യാൻ പറ്റിയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. കാരണം ഒരുപാട് മെനക്കെട്ടുള്ള പണിയൊന്നും ഇല്ലല്ലോ. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം ഷെയർ ചെയ്തെടുക്കാനും മറക്കല്ലേ. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക്